വീടിനടുത്ത് ചെറിയൊരു ബിസിനസ് തുടങ്ങാനുള്ള ആഗ്രഹത്തോടെ ഒരു CSC സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്ത കാര്യമൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മുടെ സെന്റർ കുറച്ചുകൂടി നല്ല ലൊക്കേഷനിലേക്ക് മാറ്റാനുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ നോക്കിയ കടമുറിക്ക് അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഞാനൊരു പേഴ്സണൽ ലോൺ എടുത്തിരുന്നു. ഇതൊരു ഒറ്റ ദിവസത്തെ കാഴ്ചയല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് നടന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നമ്മൾ പുതുതായിട്ട് എടുത്ത മുറി ഒരൊറ്റ എൻറ്റിറ്റി ആണെങ്കിൽ 2 സെക്ഷനായിട്ടാണ് വരുന്നത്. അതിലൊരു ഭാഗത്ത് നമ്മുടെ CSC സെന്ററും രണ്ടാമത്തെ ഭാഗത്ത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ബേക്കറി ആയിരിക്കും വരുന്നത്. കടക്ക് അഡ്വാൻസ് കൊടുത്ത ശേഷം നമ്മുടെ CSC സെന്ററിലേക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ വെൽഡ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ഫ്ലെക്സ് അടിക്കാനും പോയി. ബേക്കറി വരുന്ന ഭാഗത്ത് അപ്പോൾ ഇന്റീരിയറൊക്കെ ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ സെന്ററിലേക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് കമ്പ്യൂട്ടർ ടേബിൾ വാങ്ങാനാണ്. പക്ഷേ അതിന് ഫ്രണ്ടിൽ ഒരു കവറിങ് വരത്തില്ല, മാത്രമല്ല പറയത്തക്ക ബലം ഉണ്ടാകത്തില്ല. പിന്നെ നല്ലപോലെ ഫുള്ളി ഫർണിഷ്ഡായിട്ട് ഇന്റീരിയറും ചെയ്യാനുള്ള സാമ്പത്തികവും നമുക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ മൊത്തം ചെയ്യുന്നത് കടം വാങ്ങിയിട്ടാണ്. നമ്മൾ പഴയ കട കൊടുത്ത് അഡ്വാൻസ് ഇങ്ങനെ തിരിച്ച് കിട്ടുമ്പോഴേക്കും ആ കട നമ്മളങ്ങ് ക്ലോസ് ചെയ്യും. ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുമ്പോഴേക്കും അടുത്ത കടം വരും. പക്ഷേ അത് വീട്ടാനായിട്ട് വേറെ ഒന്നും കാശൊന്നും കിട്ടാനില്ല. ഈ സാധനങ്ങളൊക്കെ വെൽഡ് ചെയ്തെടുക്കുന്ന വർക്ക് ഏകദേശം ഉച്ച കഴിയുമ്പോഴേക്കും തീരുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ രാത്രി 8:30 കഴിഞ്ഞപ്പോഴാണ് വർക്കൊക്കെ ഒതുങ്ങിയത്. ഫ്ലെക്സ് നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ അടിച്ചു കിട്ടിയായിരുന്നു. സന്ധ്യ ആയപ്പോഴേക്കും ഒരു ഫ്ലെക്സ് വെക്കാനുള്ള ബോർഡൊക്കെ സെറ്റാക്കി. ഫ്ലെക്സിൽ ഞാൻ ഡിജിറ്റൽ സേവാ കേന്ദ്രം എന്നാണ് വെച്ചത്. മിക്കവാറും അത് ആർക്കും മനസ്സിലാകത്തില്ല, ജനസേവന കേന്ദ്രം എന്ന് വെക്കണമായിരുന്നു. നല്ലപോലെ ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫ്ലെക്സ് വെക്കാൻ പോവുകയാണ്. നല്ല വെട്ടമില്ല, അല്ലെങ്കിൽ ഫോക്കസ് എടുത്തില്ലെങ്കിൽ എൻ്റെ ഫോണിൽ വീഡിയോ ഒന്നും മര്യാദ കിട്ടത്തില്ല. എസ്പെഷ്യലി വെട്ടം ഇല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകും. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താഴെയുള്ള പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബാക്കി വീഡിയോസ് കാണാൻ മടിക്കരുത്. അപ്പോൾ ബൈ.